ഇറ്റ്സ് മീ ഷെല്യാസ് ഫ്രോം കോട്ട് ഡിസൈൻ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പുതിയ കോട്ടൺ കളക്ഷൻസ് കാണിക്കാനുണ്ട്. ലോൺ കോട്ടൺ മെറ്റീരിയൽ ആണ് ടോപ്പും അതുപോലെ ദുപ്പട്ടയും വരുന്നത്. കോട്ടൺ മെറ്റീരിയൽ ആണ്. കോട്ടൺ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഭയങ്കര ഷൈനിങ് ഉള്ള മെറ്റീരിയൽ അല്ലല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ കരുതരുത്, കാരണം വീഡിയോയിൽ ഞാൻ എന്തെങ്കിലും ഷൈനിങ് ഉണ്ടെങ്കിൽ അങ്ങനെ കരുതരുത്. കോട്ടൺ ആണ്, ലോൺ കോട്ടൺ മെറ്റീരിയൽ. അത് പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത്. 1490 കോസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ റെഡി ടു ഡിസ്പാച്ച് ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി നമുക്ക് DTDC പോസ്റ്റൽ സൗകര്യമുണ്ട്. പക്ഷെ പോസ്റ്റ് ആകുമ്പോൾ കുറച്ച് ഡിലേ വരുന്നുണ്ട്. നമുക്ക് നാളെ ഡിസ്പാച്ചിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു ഡേറ്റ് ആയിട്ട് പറയാനായിട്ട് പറ്റില്ല. എന്തായാലും 6 days എന്തായാലും എടുക്കും, 4 to 6 days ഇട്ടാ. പക്ഷെ നമുക്ക് DTDC ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കയ്യിലെത്തിക്കാൻ പറ്റും. നിങ്ങൾക്ക് DTDC സൗകര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രിഫർ ചെയ്യായിരിക്കും ബെറ്റർ. അപ്പോൾ നമ്മൾ ഓർഡർ കൊടുക്കുന്ന സമയത്ത് അതും കൂടെ മെൻഷൻ ചെയ്ത് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ടൈം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഐറ്റം കയ്യിൽ കിട്ടും കേട്ടോ. മീൻസ് സ്റ്റിച്ച് ചെയ്തിടാൻ പോസിബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും കിട്ടുക. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാകുന്ന പൈസ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. അതിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ. പേയ്മെന്റ് ഒക്കെ ഗൂഗിൾ പേ ത്രൂ ആണ്. അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ പോസിബിൾ ആണ്. DTDC പോസ്റ്റൽ സൗകര്യമുണ്ട്. നിങ്ങൾക്ക് ഓക്കെ ഏതാണോ അത് സെലക്ട് ചെയ്യുക കേട്ടോ. റീപ്ലേസ്മെന്റ് റീഫണ്ടിങ് വരും, അതുകൊണ്ട് ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, നല്ല മെറ്റീരിയൽ ആണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ്. കോട്ടൺ മെറ്റീരിയൽ ആണ്, ഞാൻ പറഞ്ഞല്ലോ പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ്. പക്ഷെ അതിലേക്ക് കുറച്ച് നമ്മൾ മൊത്തം ഒരു സിൽക്ക് ത്രെഡിന്റെ എവിടേക്കാണോ പ്രിന്റ് ഉള്ളത് ഫ്രണ്ട് പോർഷനിൽ ഫുള്ള് കണ്ട ഒരു റണ്ണിങ് സ്റ്റിച്ച് ഇട്ടിട്ട് ഫുള്ള് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫുൾ കണ്ടില്ലേ, ഫുൾ ഇതുപോലെ ത്രെഡ് വർക്ക്, സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഹൈലൈറ്റിംഗ് വർക്കും കൂടെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഫസ്റ്റ് വണ് നല്ലൊരു ആഷ് കളർ എന്ന് പറയാം അല്ലേ, ആഷ് അല്ല, ഒരു ചോക്ലേറ്റ് ഷെയ്ഡും അല്ല, ലൈറ്റ് ലാവൻഡർ എന്ന് പറയാം. നല്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു ലാവൻഡർ പോലത്തെ ഒരു ഷെയ്ഡ് കേട്ടോ. വീഡിയോയിൽ കാണുന്ന സെയിം ഷെയ്ഡാണോ? ഇതാട്ടോ, ഇതാണ് ഷെയ്ഡ് വരുന്നത്. ഇതിലേക്ക് ഫുൾ കണ്ട പ്രിന്റ് അപ്പർ പോർഷനിലും അതുപോലെ ബാക്ക് പോർഷനിൽ ആണ് പ്രിന്റ് വരുന്നത്. നമ്മുടെ പുറത്ത് വരുന്ന ഭാഗമാണ് കേട്ടോ. ഇതാണ് പുറത്തേക്ക് വരിക. അപ്പോൾ ആ ഭാഗത്ത് ഹൈലൈറ്റിംഗ് വർക്ക് ഇല്ല, ഫ്രണ്ട് പോർഷനിലാണ് വർക്ക് വരുന്നത്. പിന്നെ ഫ്രണ്ട് പോർഷനിലാണ് വർക്ക് വരുന്നത്. അതുപോലെ താഴത്തെ ബോർഡർ ഒരു പോർഷൻ വരുന്നുണ്ട്, 2 ഇഞ്ചിലുള്ള ബോർഡർ വർക്ക് വരുന്നുണ്ട്. ഇതാണ് സ്ലീവിൻ്റെ ഏരിയ വരുന്നത്. ഈ പോർഷനാണ് സ്ലീവിലേക്ക് വരുന്നത്. ഓക്കെ, സ്ലീവിൻ്റെ അപ്പർ ഏരിയയിലുണ്ട്, ലോവർ പാർട്ടിലും പ്രിന്റ് വരുന്നത്. ഈ ലോവർ പാർട്ടിൽ പ്രിന്റ് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ടോപ്പിൻ്റെ ലോവർ പാർട്ടിൽ നിന്നാണ് ആ ഒരു പ്രിന്റ് കിട്ടിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഒന്നുകൂടെ നല്ലൊരു കംപ്ലീറ്റ് ലുക്ക് വരുന്നുണ്ട്. ആം റൗണ്ടിൻ്റെ അവിടെ നിന്നും വർക്ക് ഉണ്ട്, ലോവർ പാർട്ടിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ലെങ്ത് വൈസ് ഒരു 50 ഒക്കെ കിട്ടും, 49, 50 എന്തായാലും കിട്ടും. 4XL സൈസ് വരെ ചെയ്യാം കേട്ടോ. പിന്നെ ബോട്ടം സെയിം കളറാണ്, ടോപ്പിന്റെ സെയിം ഷെയ്ഡാണ്. അതിലേക്ക് കുറച്ചൊരു ബ്രൈറ്റ് ആയിട്ട് വൈബ്രന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പൊന്മ കളർ എന്ന് പറയില്ലേ, അങ്ങനെ ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. ഓക്കെ, ഇതാണ് കോമ്പിനേഷൻ വരുന്നത് കേട്ടോ. ഷോളൊക്കെ അത്യാവശ്യം നല്ല സൈസ് വരുന്നുണ്ട് കേട്ടോ. തോന്നുന്നു 2.5 മീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. ഷോൾ ഇടുമ്പോൾ ഞാൻ ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് പറയാം. ഇതാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ. നോർമലി ഉള്ള ഇതിനേക്കാളും എനിക്ക് സൈസ് ഉണ്ടായിട്ട് തോന്നുന്നു. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്തു കേട്ടോ, വീഡിയോ കട്ട് ചെയ്തിട്ട് 2.5 മീറ്ററോളം വരുന്നുണ്ട് ദുപ്പട്ട. ഓക്കെ, നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു ഡീപ്പ് അല്ലെങ്കിൽ ജെറ്റ് ബ്ലാക്ക് എന്ന് പറയാം. നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ. ജെറ്റ് ബ്ലാക്കിലേക്ക് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരുന്നത്. ലൈറ്റ് പിങ്ക് എന്ന് വെച്ചപ്പോൾ ബീട്രൂട്ട് കളറിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് കേട്ടോ. അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ടോപ്പിൻ്റെ പ്രിന്റ് നല്ല ഭംഗിയുണ്ട്. പ്രിന്റ് നോർമൽ കാണുന്ന പ്രിന്റിൽ നിന്നും ഒരു ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന പ്രിന്റാണ് കേട്ടോ. നല്ല കളേഴ്സാണ്. അതൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ട് ബീഡും അതുപോലെ തന്നെ സീക്വൻസും ത്രെഡും യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് പോർഷനിൽ ലോവർ പാർട്ടിൽ ബോർഡർ വരുന്നുണ്ട്. ഇതാണ് സ്ലീവിൻ്റെ ഏരിയ വരുന്നത് കേട്ടോ. സ്ലീവിൻ്റെ അപ്പർ പോർഷനിലാണ് വർക്ക് വരിക കേട്ടോ. കേട്ടോ, അങ്ങനെ വരുന്നുണ്ട്. ഇവിടേക്കുണ്ട്. ബാക്ക് പോർഷനും സെയിം പ്രിന്റ് തന്നെയാണ്. ബാക്കിൻ്റെ അടിയിലേക്കും വർക്ക് വരുന്നുണ്ട്. ഇവിടെ മൊത്തത്തിലല്ലേ. ഓക്കെ, ഇതിലൊരു സെൽഫ് ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ. ഒരു വെർട്ടിക്കൽ ലൈൻസ് ഓൾ ഓവർ വരുന്നുണ്ട്. ചെറിയ ബ്ലാക്കിലേക്ക് ഗ്രേ കളറിൽ വരുന്ന ഒരു ഡോട്ടഡ് ലൈനാണ് വരുന്നത്. അപ്പോൾ അത് വരുമ്പോൾ ആ ഒരു ലൈൻ വരുമ്പോൾ നന്നായിട്ടുണ്ട്. ചിലപ്പോൾ വീഡിയോ അത്ര വിസിബിൾ ആയിരിക്കില്ല. ബ്ലാക്ക് ബോട്ടാണ് വരുന്നത്. ദുപ്പട്ട വരുന്നത് ഒരു ലൈറ്റ് ഒരു ബീട്രൂട്ട് ഷെയ്ഡ് വരുന്നത് കേട്ടോ. ഓക്കെ, മജന്തയുടെ ലൈറ്റ് ഷെയ്ഡ് അങ്ങനെയാണ് വരുന്നത്. ബ്ലാക്കിൽ എപ്പോഴും ഈ ഒരു കോമ്പിനേഷൻ നല്ല ഭംഗിയാണ്. അപ്പോൾ 2.5 മീറ്ററോളം ഉണ്ട് ദുപ്പട്ട കേട്ടോ. നല്ല കോട്ടൺ ആണ്, നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ്. ഇത് സിൽക്ക് മെറ്റീരിയൽ അല്ല, കോട്ടൺ ആണ്. ഞങ്ങൾ എടുത്ത് പറയാൻ കാരണം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ എന്താണ് 1-2 കസ്റ്റമേഴ്സ് അങ്ങനെ നമുക്ക് ഇൻഫോം ചെയ്ത കാരണമാണ് കേട്ടോ. കോട്ടൺ ഷൈനിങ് കുറവുണ്ടല്ലോ. പക്ഷെ വീഡിയോയിൽ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഷൈനിങ് ഞാൻ അതിൽ പറയുന്നുണ്ട്, അതിന് എന്താണോ അതിന് മെറ്റീരിയൽ എന്നുള്ളത് കറക്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ വീഡിയോയിൽ വോയിസും കൂടെ ശ്രദ്ധിച്ചിട്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ.
അപ്പോൾ നെക്സ്റ്റ് വൺ വരുന്നത് ഇതൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇടുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി. നോർമലി കസ്റ്റമേഴ്സ് എടുക്കാത്ത ലാസ്റ്റ് പീസുകളായിരിക്കും ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഇടാറ്. പക്ഷെ എന്നാലും കസ്റ്റമേഴ്സ് ഇവിടെ വരുമ്പോൾ പറയും നല്ല പീസൊക്കെ എടുത്തിടല്ലേ എന്ന് പറയും. കാരണം വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ എല്ലാ ഡ്രസ്സും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ ഒരു ടൈപ്പൊക്കെ ഉള്ള കോട്ടൺ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര നീറ്റ് ലുക്കായിരിക്കും. ഇതാണ് ഇതിൻ്റെ അപ്പർ പോർഷൻ. അവിടെ ഫുള്ള് ഹൈലൈറ്റിംഗ് ത്രെഡ് വർക്കും അതുപോലെ സീക്വൻസ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ടോപ്പിൻ്റെ ലോവർ പാർട്ടിലും അതുപോലെ സ്ലീവിൻ്റെ അപ്പർ പോർഷനിലുമാണ് വർക്ക് പ്രിന്റ് വരുന്നത് കേട്ടോ. പിന്നെ ഇതാ ലോവർ പാർട്ടിൽ ഇതുപോലെ ബോർഡർ വരുന്നുണ്ട്. ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊരു സെൽഫ് ഡിസൈൻ ഞാൻ പറഞ്ഞു. ഒരു ലൈൻ, ഒരു വെർട്ടിക്കൽ ലൈൻസ്, ഒരു സെൽഫ് ഡിസൈൻ വരുന്നുണ്ട്. എല്ലാ ഡ്രസ്സിനും അതുപോലെ വരുന്നുണ്ട്. ദുപ്പട്ട വരുന്നത് ഇതിലേക്ക് കോമ്പിനേഷൻ കളർ വരുന്നത്, ഇതിൻ്റെ കളർ ഞാൻ പറഞ്ഞില്ലല്ലേ, ഒരു ടൊമാറ്റോ റെഡ് ഷെയ്ഡിൽ വരുന്നതാണ്. ഒരു പീച്ച് മിക്സ് ആയിട്ടുള്ള ടൊമാറ്റോ റെഡ് ഷെയ്ഡ് കേട്ടോ. അതിലേക്ക് ഒരു ഐവറി ഷെയ്ഡിൽ വരുന്ന ദുപ്പട്ട. ടോട്ടൽ 2.5 മീറ്റർ ഉണ്ട്. നല്ല കോട്ടനാണ്, പ്രീമിയം ആയിട്ടുള്ള കോട്ടനാണ് ദുപ്പട്ട വരുന്നത്. സോഫ്റ്റ് ആൻഡ് ബട്ടറി ഫീല് വരുന്ന ഒരു ദുപ്പട്ട. ഓക്കെ, ഇതാണ് സെക്കൻഡ് വൺ. തേർഡ് വൺ. നെക്സ്റ്റ് ഫോർത്ത് വൺ വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ്. പക്ഷെ വീഡിയോയിൽ കുറച്ചുകൂടെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. നമുക്ക് എപ്പോഴും യെല്ലോയ്ക്ക് വരുന്നൊരു വിഷയം അതാണ്, ഒരു ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നതാണ്. പക്ഷെ നല്ല ഭംഗിയുള്ളൊരു യെല്ലോ ആണ്. അതിലേക്ക് ഗ്രീൻ കോമ്പിനേഷനാണ് വരുന്നത് കേട്ടോ. ഇതിൽ ഞാൻ പറഞ്ഞ മെയിൻ ഒരു ഭംഗി എന്നുള്ളതിൻ്റെ ഒരു പ്രിന്റ് തന്നെയാണ്. ഭയങ്കര എന്താ പറയുക, ഒരു എലഗൻസ് ഫീൽ ചെയ്യുന്ന പ്രിന്റാണ് കേട്ടോ. അങ്ങനെ ഓവർ പ്രിന്റഡ് അല്ല, പക്ഷേ ആ ഒരു പ്രിന്റൊക്കെ യോക്ക് പോർഷനിൽ കുറച്ച് ഹൈലൈറ്റ് ചെയ്തിട്ട് നമുക്ക് കാണുമ്പോൾ നല്ലൊരു ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് അപ്പർ യോക്ക് വരുന്നത്. നമുക്കൊരു 50 ഒക്കെ ലെങ്ത്, 49 എന്തായാലും ഉണ്ടായിരിക്കും. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇതാണ് ബോട്ടം വരുന്നത്, യെല്ലോ ഷെയ്ഡ് തന്നെയാണ്. ദുപ്പട്ട വരുന്നത് പ്രീമിയം ആയിട്ടുള്ള ലോൺ കോട്ടൺ മെറ്റീരിയലാണ്, അല്ലെങ്കിൽ പ്രീമിയം കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ. ദുപ്പട്ട 2.5 മീറ്റർ ഉണ്ട്. അത്യാവശ്യം നല്ല സൈസ് ഉള്ള ആളുകൾക്കും സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. ആണ് വീഡിയോയിൽ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുണ്ട്, അങ്ങനെയല്ല, നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു പീച്ച് കളറാണ്. പീച്ച് എന്ന് പറയുമ്പോൾ ഒരു പിങ്ക് മിക്സ് ആയിട്ടുള്ള ഒരു പീച്ച് ഇട്ടാ, ഒരു ബർഗണ്ടി അല്ലെങ്കിൽ മജന്ത ഷെയ്ഡ്. മജന്തയിൽ കുറച്ച് പീച്ച് കളർ മിക്സ് ആയ പോലത്തെ ആ ഒരു കാറ്റഗറി. വീഡിയോയിൽ എന്തായാലും ഇതിന്റെ ഷെയ്ഡ് ആവില്ല, ഉറപ്പാണ്. വീഡിയോയിൽ വേറെ പിങ്ക് പോലെ വരുന്നത്. പക്ഷെ നല്ല ഭംഗിയുള്ളൊരു പിങ്ക് ആണ്, ഭയങ്കര വൈബ്രന്റ് കളറല്ല, ഭംഗിയുള്ളൊരു കളറാണ്. കോമൺ ആയിട്ട് കാണുന്ന ഒരു ടൈപ്പ് പിങ്ക് അല്ല. അപ്പോൾ ഇതാണ് നെക്കിന്റെ ഏരിയയിലേക്ക് വരുന്നത്. വർക്ക് എല്ലാത്തിനും സിമിലർ ആണ്. കളർ അതിന്റെ കോമ്പിനേഷൻസിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. ടോപ്പിന്റെ ലോവർ പാർട്ടിലും സ്ലീവിന്റെ ലോവർ പാർട്ടിലും അപ്പർ പോർഷനിലും ബാക്ക് പോർഷനിലും ബാക്കിലും ലോവർ പാർട്ടിലൊക്കെ വരുന്നുണ്ട്. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ലെങ്ത് വൈസ് ഒരു 49 ഉണ്ടായിരിക്കും. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ദുപ്പട്ട വരുന്നത് ഒരു ബിസ്ക്കറ്റ് ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു ടാൻ ഷെയ്ഡ്, ലൈറ്റ് ടാൻ കളറിൽ വരുന്നതാണ് ദുപ്പട്ട കേട്ടോ. അതിലേക്കൊരു പീകോക്ക് ബ്ലൂ കളറും ഒക്കെ ഫ്ലോറൽ പ്രിന്റുകൾ വരുന്നുണ്ട്. ഇതാണ് ദുപ്പട്ട വരുന്നത്. കോമ്പിനേഷൻ വീഡിയോയിൽ എന്തായാലും ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും ഈ ഒരു ഷെയ്ഡ്, പക്ഷെ അങ്ങനെയല്ല, ഒരു ഡസ്റ്റി ഷെയ്ഡിൽ വരുന്നതാണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു ഞാട്ട സെയിം ഷെയ്ഡ്, മെറ്റാലിക് ബ്ലൂവും അതിലേക്കൊരു ആഷ് കളറും കൂടെ വരുന്നതാണ് കോമ്പിനേഷൻ. ആഷ് കളറോടെ വരുന്നത് ആ ബ്ലൂവിലേക്ക് നല്ല കോമ്പിനേഷൻ കളേഴ്സ് ഒക്കെ ആഡ് ആയിട്ടുള്ളത്. ഒരു പിങ്ക് കളർ യെല്ലോ ഒക്കെ മിക്സിങ് ആയിട്ടുള്ളത്. അതിൻ്റെ ഫ്ലോറൽ പ്രിന്റും ഒരു വെറൈറ്റി ഉണ്ട് നോർമൽ പ്രിന്റിനേക്കാളും. ഓക്കെ, അപ്പോൾ എവിടേക്കാണ് അറിയില്ല. ഇത് സ്ലീവിലേക്ക് അപ്പർ പോർഷൻ വരുന്നുണ്ട്, ലോവർ പാർട്ടിലേക്ക് ഉണ്ട്. ബാക്ക് ഏരിയ ഈ സെയിം തന്നെയാണ്, വിത്തൗട്ട് ഹൈലൈറ്റിംഗ് ത്രെഡും സീക്വൻസും ഒക്കെ കേട്ടോ വർക്ക്. ബോട്ടം വരുന്നത് സെയിം മെറ്റാലിക് ബ്ലൂവിൽ വരുന്ന കോട്ടൺ ബോട്ടാണ്. ദുപ്പട്ട വരുന്നത് ലോൺ കോട്ടണിലാണ്. 2.5 മീറ്റർ ഉണ്ടായിരിക്കും. അത്യാവശ്യം നല്ല സൈസുള്ള ദുപ്പട്ടയാണ്. എനിക്കത് ഇട്ടപ്പോൾ തന്നെ ഫീൽ ചെയ്തത്, എനിക്ക് ഡൗട്ട് തോന്നിയപ്പോൾ മെഷർ ചെയ്തത്. ഓക്കെ, ഇതാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ഞാൻ പറഞ്ഞ കാര്യം നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്. ഇപ്പോൾ ഈദിൻ്റെ ടൈമിലാണ് ഈ ഐറ്റം വേണ്ടത്. ഇത് റെഡി ടു ഡിസ്പാച്ച് ആണ്. അപ്പോൾ ഈദിന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഇടണമെന്നാണെങ്കിൽ DTDC നിയർ ആയിട്ടുള്ള ആളുകൾ DTDC ത്രൂ തന്നെ എന്താ പറയുക സെൻഡ് ചെയ്യാനായിട്ട് മെൻഷൻ ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുന്ന സമയത്ത്, ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത്. നെക്സ്റ്റ് ഒരു പാരറ്റ് ഗ്രീൻ കളറാണ്. പാരറ്റ് ഗ്രീനിലേക്ക് ടൊമാറ്റോ റെഡ് ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ. നല്ലൊരു ഗ്രീനാണ്. വീഡിയോയിൽ എന്തായാലും ബ്രൈറ്റ് ആയിരിക്കും. അങ്ങനെ ബ്രൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ അല്ല, നല്ല ഭംഗിയുള്ളൊരു ഗ്രീനാണ്. അതിലേക്ക് നല്ല ഷെയ്ഡുകൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് വരുന്നത് കേട്ടോ. പിന്നെ ഫുള്ള് കണ്ടോ, ഇതൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സിൽക്ക് ത്രെഡും ഇതൊക്കെ യൂസ് ചെയ്തിട്ട് സെയിം പ്രിന്റ് തന്നെ ബാക്ക് പോർഷനിൽ വരുന്നുണ്ട്. യോക്ക് ഏരിയയിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ
ടോപ്പിന്റെ ലോവർ പാർട്ടിൽ ഒരു ബോർഡർ ഉണ്ട്, ബാക്ക് പോർഷനിൽ കേട്ടോ ഒക്കെ ഉണ്ട്. നമുക്ക് ലെങ്ത് ഒരു 49 to 50 ഉണ്ടായിരിക്കും. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റും. അടിപൊളി കോട്ടൺ ആണ്, പ്രീമിയം കോട്ടൺ ആണ്. അതുപോലെ ദുപ്പട്ട വരുന്നത് ലോൺ കോട്ടണിൽ വരുന്ന ദുപ്പട്ട 2.5 meters ഉണ്ട്. നല്ലൊരു ടൊമാറ്റോ റെഡ് ഷെയ്ഡ് വിത്ത് പാരറ്റ് ഗ്രീൻ കോംബോ കേട്ടോ. അടിപൊളി കോമ്പിനേഷൻ ആണ്. വീഡിയോയിൽ ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും. പക്ഷെ ദുപ്പട്ട റെഡ് കുറച്ച് ബ്രൈറ്റ് കളറാണ്, ടൊമാറ്റോ റെഡിന്റെ ആ ഒരു ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ഓക്കെ, ഓവറോൾ നല്ല ഭംഗിയുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു പൊന്മ കളർ, ഒരു നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ്. അതിലേക്ക് കോമ്പിനേഷൻ വരുന്നത് ഒരു ടൊമാറ്റോ റെഡ് തന്നെയാണ് കേട്ടോ. ബ്ലൂ ആൻഡ് റെഡ് കോംബോ. ഓക്കെ, ബ്ലൂ എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ പൊന്മ കളറാണ്. അതിലേക്ക് അപ്പർ യോക്ക് ഫുള്ളി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ത്രെഡ് കളർ വേറെയാണ്, ഗ്രീൻ കളറിലേക്കാണോ വരുന്നത്? ബ്ലൂവിലേക്ക് പോയിട്ടുണ്ടെന്നാ, വേറൊരു ബ്ലൂവിലേക്ക് പോയിട്ടുണ്ടാവുമല്ല. ഇത് ശരിക്കും പൊന്മ കളറാണ് കേട്ടോ വരുന്നത്. ഫിറോസി ബ്ലൂ എന്നൊക്കെ പറയും ഈ ഒരു ഇതിന്. അതുപോലെ ഇതില് ദുപ്പട്ട വരുന്നത് ഒരു ടൊമാറ്റോ റെഡ് ഷെയ്ഡാണ്. ലോൺ കോട്ടൺ ആണ്, സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വരുന്നത്. 2.5 meter ഉണ്ടായിരിക്കും. ഭയങ്കര കംഫർട്ടബിൾ ആട്ടോ ദുപ്പട്ട. ഓക്കെ, നോർമലി എനിക്ക് എപ്പോഴും ദുപ്പട്ട എനിക്ക് കൈ പോകണതാണ്. അപ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ. അപ്പോൾ ടൊമാറ്റോ റെഡും നല്ലൊരു ബ്ലൂ ആണ്. നല്ലൊരു ബ്ലൂ വെച്ചാൽ വൈബ്രന്റ് കളറാണ്, ഒരു പൊന്മയുടെ കളറായിട്ടുള്ള. പക്ഷെ വീഡിയോയിൽ വേറെ ഷെയ്ഡായിട്ടാണ്. അപ്പോൾ നോട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ. അതിൻ്റെ വോയിസ് ജസ്റ്റ് സ്ക്രീൻഷോട്ട് അയക്കുന്നതിന് മുന്നേ വോയിസ് കൂടെ ശ്രദ്ധിച്ചിട്ട് ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞതൊന്ന് നോട്ട് ചെയ്യുക. DTDC ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ ടൈമിലേക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. റെഡി ടു ഡിസ്പാച്ചിൽ ലൈറ്റ് ആണ്. അപ്പോൾ നോക്കുക കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇഷ്ടമായ സ്ക്രീൻഷോട്ട് ചെയ്യുക, എന്നിട്ട് താഴെ കണ്ട നമ്പറിൽ മെസ്സേജ് ചെയ്യുക. നെക്സ്റ്റ് ഡിസൈനായിട്ട് വരാം. അതിലേക്കും ബൈ.